യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി അഭിപ്രായപ്പെട്ടത് ഇങ്ങനെയാണ്: ഇറാൻ ഇസ്രായേൽ സംഘർഷം കാരണം അമേരിക്ക യുക്രൈനിലേക്ക് നൽകുന്ന സഹായങ്ങൾ അവസാനിപ്പിക്കില്ല എന്നും അമേരിക്ക ഇരുവശത്തെയും പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും യുദ്ധവിരുദ്ധ പ്രക്ഷോഭങ്ങൾ നടന്നു വരികയാണ്. മിഡിൽ ഈസ്റ്റിൽ വ്യാപകമായി യുദ്ധസാധ്യത കൂടുതൽ യാഥാർത്ഥ്യമായി മാറുകയാണ്. ജർമ്മനിയും ബ്രിട്ടനും ഇസ്രായേലിന്റെ പ്രതിരോധ സേനയെ രഹസ്യമായി ഇന്ധനം നൽകി പിന്തുണയ്ക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഇതിനെതിരെ ഇസ്രായേലിന് അനുകൂലമായ വിവരങ്ങൾ കൈമാറുന്നവരെ ഏറ്റവും കഠിനമായ ശിക്ഷ നൽകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. അതിനൊപ്പം പ്രസിഡന്റ് പുടിൻ പ്രസിഡന്റ് ട്രംപിനെ പിറന്നാളോടനുബന്ധിച്ച് ഫോൺ കോളിൽ അഭിനന്ദനം അറിയിച്ചു. ഇരുവരും തമ്മിലുള്ള സൗഹൃദം പ്രശംസിക്കുകയും ചെയ്തു. ഇതിനു പുറമെ റഷ്യ നടത്തിയ ആക്രമണത്തിൽ യുക്രൈനിലെ ഒരു ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന 100 കണക്കിന് ടൺ മാനവിക സഹായമാണ് നശിക്കപ്പെട്ടത്. ഒടുവിൽ തായ്ലാന്റിന്റെ ഭൂപടം അംഗീകരിക്കില്ലെന്ന് കംബോഡിയ പ്രഖ്യാപിച്ചു. ഇത് അന്താരാഷ്ട്ര കോടതിയിൽ ഔദ്യോഗികമായി സമർപ്പിച്ചുവെന്നും അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ഫോളോ ചെയ്യുക.